അമേരിക്കയിൽ രണ്ടാം ഡൊണാൾഡ് ട്രംപ് സർക്കാർ അധികാരമേറ്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നു. വിമോചനത്തിന്റെ ദിനം എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഈ ദിവസത്തെ വിശേഷിപ്പിച്ചത്. ദിസ് ഈസ് എ ലിബറേഷൻ ഡേ ഫോർ അമേരിക്കൻസ് എന്ന് പറഞ്ഞാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം. താൻ ജീവിതത്തിലേക്ക് തിരികെ വന്നത്, വലിയ ഒരു അപായ ഭീഷണിയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ വന്നത് അമേരിക്കയെ ഇവിടെ രക്ഷകനായിട്ടാണ്. അതുകൊണ്ട് അമേരിക്കയുടെ സുവർണ യുഗം ഇവിടെ ആരംഭിക്കുകയാണ് എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചു തുടങ്ങിയത്. ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങളിൽ വരുന്ന വലിയ മാറ്റങ്ങൾ ഈ പ്രസംഗത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടത്. ഇപ്പോഴും ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ക്യാപിറ്റോൾ സിറ്റിയിൽ നിന്നുള്ള ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം. അതെ, തന്റെ പ്രസംഗം ആരംഭിച്ചതും അവസാനിപ്പിച്ചതും ഒരേ കാര്യം പറഞ്ഞുകൊണ്ടാണ് ദ ഗോൾഡൻ ഏജ് ഓഫ് അമേരിക്ക ബിഗിൻസ് റൈറ്റ് നൗ. അമേരിക്കയിലെ ഓരോ സാധാരണക്കാരൻ്റെയും സ്വപ്നം സഫലമാകും. മാത്രവുമല്ല, താൻ ഒപ്പിട്ട ആദ്യ 100 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിനെ കുറിച്ചുള്ള ഒരു വിശദീകരണവും ട്രംപ് നൽകുകയുണ്ടായി. അതിൽ ഏറ്റവും പരമപ്രധാനമായത് തെക്കൻ അതിർത്തിയിൽ ദേശീയ എമർജൻസി, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ ഇനി ക്യാച്ച് ആൻഡ് റിലീസ് എന്ന പോളിസി ഇല്ല. മെക്സിക്കോയുടെ കാര്യത്തിൽ പഴയ നിലപാട് തന്നെയാണ്. ഈ അനധികൃതമായ കുടിയേറ്റക്കാരെ പിടിക്കുക വിടുക എന്നതല്ല. ഇനി മുതൽ അതിൽ കർശന നിലപാടുണ്ടാകും. ഓരോ അനധികൃതമായി അമേരിക്കയിലേക്ക് എത്തിയ വ്യക്തികളെയും തിരികെ അവരുടെ നാടുകളിലേക്ക് എത്തിക്കും. അതേപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ പങ്കുവെച്ച കൂട്ടത്തിലും പരമ്പരാഗതമായ രീതിയിലേക്ക് അതിൽ തന്നെ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ജോ ബൈഡൻ കൊണ്ടുവന്ന ഇലക്ട്രിക് കാറുകൾ, ആ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യമാണ്. ആ രീതിയിൽ ഇനി പോകുമോ എന്ന കാര്യത്തിൽ പറയുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പുതിയ നയപ്രഖ്യാപനം ഉണ്ടാകുന്നു. മധു കൊട്ടാരക്കര നമ്മോടൊപ്പം ചേരുകയാണ് ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഗുഡ് ഈവനിങ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ക്യാമ്പയിനിൽ പ്രചാരണ സമയത്ത് പറഞ്ഞ ഓരോ കാര്യങ്ങളും എണ്ണി നിരത്തി പറയുകയാണ്. ഒടുവിൽ നാം കണ്ടു അമേരിക്കൻ സ്വപ്നങ്ങളിൽ ഈ പറയുന്ന ഇലോൺ മസ്കിന്റെ സ്വപ്നമുണ്ടല്ലോ, കോളനൈസിങ് മാർസ്, ചൊവ്വയെ കോളനിയാക്കുക എന്ന ആ ഒരു പ്രഖ്യാപനം വരെയുണ്ട്. മസ്കിന്റെ മുഖത്തെ ആ ചിരിയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു പ്രഖ്യാപനം, ഈ ട്രംപിന്റെ ആദ്യ പ്രസംഗം ലോകത്തിന് നൽകുന്ന സൂചന എന്താണ്? Above the fruited plain, America, America, God shed His grace on thee. കാര്യങ്ങൾ ആവർത്തിക്കുകയായിരുന്നു. ഇന്ന് ക്യാപിറ്റോൾ ഹിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ആ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റത്തെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറയുകയാണ് താൻ അതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കുമെന്ന്. തന്നെയുമല്ല, ട്രംപ് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പല അമേരിക്കക്കാരുടെ ഒരു വികാരമായിരുന്നു. അതായത് മറ്റ് രാജ്യങ്ങളുടെ അതിർത്തി കാക്കാനായിട്ട് അമേരിക്കൻ സൈന്യത്തെ ഉപയോഗിക്കുമ്പോൾ സ്വന്തം അതിർത്തി കാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെടുകയാണ്. അത് മാറ്റുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിന്ന് ഈ ട്രംപിന്റെ ഈ പ്രസംഗം ഈ ക്യാപിറ്റോൾ ഹില്ലിൽ വെച്ച് നടക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ്. അതായത് ട്രംപിനെ അനുകൂലിക്കുന്നവർ ഓരോന്നിനും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുമ്പോൾ ജോ ബൈഡൻ അല്ലെങ്കിൽ കമല ഹാരിസ് ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ട്രംപ് ഒപ്പിടാൻ പോകുന്ന സുപ്രധാന ഉത്തരവുകൾ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. Pastor Lorenzo Suo and Reverend Frank Mund to provide prayers. മധു, ഇതിനകത്ത് ഈ പ്രസംഗം തുടങ്ങുമ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഫ്രം ദിസ് മൊമെന്റ് അമേരിക്കാസ് ഡിക്ലൈൻ ഈസ് ഓവർ, ദ ഗോൾഡൻ ഏജ് ഓഫ് അമേരിക്ക ബിഗിൻസ് നൗ, ഐ വിൽ പുട്ട് US ഫസ്റ്റ് എന്നാണ്. അമേരിക്കയെ ഒന്നാമതായി നിർത്തിക്കൊണ്ട്, അമേരിക്കക്കാരെ ഒന്നാമതായി പരിഗണിച്ചുകൊണ്ട് അവർക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള നയമായിരിക്കും തൻ്റെ സർക്കാർ പിന്തുടരുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം ആരംഭിച്ചത്. അതിൽ പലയിടങ്ങളിലും ഇപ്പോൾ ജെൻഡർ ഇഷ്യൂസ് വരുമ്പോൾ അവിടെ ട്രാൻസ്ജെൻഡർ എന്ന വിഭാഗത്തെ ഇനി അമേരിക്ക ഔദ്യോഗികമായി അംഗീകരിക്കില്ല. ആണ് പെണ്ണ് എന്നുള്ള, പുരുഷൻ സ്ത്രീ എന്നുള്ള 2 ലിംഗഭേദങ്ങളെ ഉണ്ടാകുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ട്രാൻസ്ജെൻഡറുകളോടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ സമീപനം അതിലൂടെ വ്യക്തമാവുകയാണ്. അതുപോലെ തന്നെ ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്ക എന്നാണ്. അത്
നമുക്ക് കിട്ടിയ ഏറ്റവും അബദ്ധത്തിൽ കിട്ടിയ സമ്മാനം എന്നാണ് ഡൊണാൾഡ് ട്രംപ് ആ കാര്യത്തിൽ വിശേഷിപ്പിച്ചത്. പിന്നെ പാനമ കനാലിന്റെ കാര്യത്തിൽ നമ്മൾ തിരിച്ചെടുക്കുന്നു. ചൈനീസ് വൈസ് പ്രസിഡന്റിനെ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത്, ഹാൻ ഷെങ്ങിനെ അവിടെ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത് ഈ പാനമ കനാൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ചൈനയാണ്, അത് ഇവിടെ അവസാനിക്കാൻ പോവുകയാണെന്നത്. മാത്രമല്ല കൃഷ്ണൻ, ഇതിനകത്ത് ഈ വംശീയമായ വേർതിരിവുകൾ ഇനി ഉണ്ടാകില്ല എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന് കളർ ബ്ലൈൻഡ് ആണ്. അത് ട്രംപിനെ കുറിച്ചുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം തന്നെ അദ്ദേഹം വെളുത്ത വർഗ വംശീയമായ കാര്യങ്ങൾ ആ ഒരു രാഷ്ട്രീയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതിനെ കൂടി തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നയങ്ങൾ വ്യക്തമാക്കിയിരിക്കും. മധു കൊട്ടാരക്കര, അപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ട്രംപിന്റെ ഈ അഭിസംബോധനയിലൂടെ പുറത്തു വരുന്നത് നയം മാറ്റമാണോ അതോ അദ്ദേഹം ചില കാര്യങ്ങളിൽ അതേ കടുംപിടുത്തത്തിൽ നിൽക്കുകയും ചില കാര്യങ്ങളിൽ അയവുണ്ടാവുകയും ചെയ്തെന്നാണ്? കാരണം ഇക്കഴിഞ്ഞ വർഷങ്ങളിലൂടെ തനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ നിന്നുണ്ടായിട്ടുണ്ടെന്നും പല അനുഭവങ്ങളിലൂടെയും പല കാര്യങ്ങളിലൂടെയും താൻ കടന്നു പോയിട്ടുണ്ടെന്നും അത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും എന്നും പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഈ നയപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മധു. ഗോപി, തെരഞ്ഞെടുപ്പ് ജയിക്കുവാൻ വേണ്ടി നേതാക്കന്മാർ പലതും പറയുമെങ്കിലും പിന്നീട് തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം മറ്റൊരു യാത്രയായിരിക്കും തുടങ്ങുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ താൻ എന്തൊക്കെയാണോ പറഞ്ഞത് അതൊക്കെ നടപ്പിലാക്കുമെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റം വരും എന്ന് പ്രതീക്ഷിക്കാം. തന്നെയല്ല, അമേരിക്കൻ ജനതയുടെ ചില വികാരമുണ്ട്, അത് ട്രംപ് അതേ ഭാഷയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോവിഡിന്റെ സമയത്ത് അതിന്റെ ഉത്തരവാദിയായ ചൈനയെ ലോകാരോഗ്യ സംഘടന പേരെടുത്ത് പറഞ്ഞ് തള്ളിപ്പറഞ്ഞില്ല. ചൈനയുടെ ഒരു പപ്പറ്റായിട്ട് മാറി. അതുകൊണ്ട് അമേരിക്ക ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് മാറണമെന്ന് ട്രംപ് അടുത്ത കാലത്ത് ആവർത്തിച്ച് പറഞ്ഞു. തന്നെയുമല്ല, നേറ്റോ പോലുള്ള ആ ഒരു സഖ്യത്തിന് എതിരാണ് ഡൊണാൾഡ് ട്രംപ്. അവിടെ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ വിഹിതം കൊടുക്കുന്നത്. അമേരിക്കയ്ക്ക് അതിന്റെ കാര്യമില്ല. അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന അതിൽ തന്നെ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കാം ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. അമേരിക്കയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നതിനെതിരെയും ഡൊണാൾഡ് ട്രംപ് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ കാലത്തെ ഒരു നിയമമാണ് ഏലിയൻ ആക്ട്. അതായത് അമേരിക്കയിലുള്ള ഈ പറയുന്ന ഒരു ശരി, മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ട്രംപിന്റെ ഈ ഒരു ആദ്യ പ്രസംഗം അരമണിക്കൂർ ഉണ്ടായിരുന്നു. ഈ അരമണിക്കൂറുള്ള പ്രസംഗത്തിൽ മുഴുവൻ ക്യാമ്പയിനിൽ എന്താണോ, പ്രചാരണ സമയത്ത് എന്താണോ അദ്ദേഹം ഉറപ്പ് നൽകിയത് അതേ കാര്യങ്ങൾ, അതേ നിലപാട് തന്നെ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ്. ചിലതൊക്കെ പ്രായോഗികമാണോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ചില നിലപാടുകളാണ്. ചില കാര്യങ്ങളിൽ നിലപാട് മാറ്റമുണ്ടായിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ ചടങ്ങ് പൂർത്തിയായതിനു ശേഷം ആ 100 എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഒപ്പുവെക്കാൻ പോവുകയാണ് ഡൊണാൾഡ് ട്രംപ്.